രാജ്യങ്ങളിൽ നിന്ന് കർത്താവെ അവിടുത്തെ തിരുവാദങ്ങളിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്ന കർത്താവെ പ്രാർത്ഥന കേൾക്കുന്നതായ അടിയങ്ങളുടെ പ്രാർത്ഥനയെ യാചനയും കേട്ടോട് മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നത്തെ ഹല്ലേലൂയ അടിയങ്ങളുടെ ആരാധനയിൽ സ്വർഗം ഹല്ലേലൂയ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിൽ പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ അടിയങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന ജനത്തെ എല്ലാം തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവിധ ആവശ്യങ്ങളുമായി കടന്നു വന്നിരിക്കുന്നവരാണ് കർത്താവെ. അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ അനുസരിച്ച് എന്റെ കർത്താവരോട് സംസാരിക്കണമേ, അവരെ ആശ്വസിപ്പിക്കണമേ, അവരെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് കടന്നു വരുവാൻ എന്റെ സ്വർഗത്തോട് നിലയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവിന്റെ കൃപയും സാന്നിധ്യവും കുടിക്കണം, തെക്കവളത്തിൽ സൂക്ഷിക്കണേ. ആത്മാവിൽ ഹല്ലേലൂയ മർമ്മങ്ങളെ വിവേചിച്ച് നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് ശക്തീകരിക്കണം, ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്തെ കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്നെ കൂടാരത്തിൽ തന്നെ ഒളിപ്പിക്കും, അല്ലെങ്കിൽ തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറിക്കും, പാറമേൽ എന്നെ ഉയർത്തുവന്ന് തിരുവചനമുണ്ടെന്ന് കർത്താവേ. അതുപോലെ അല്ലെങ്കിൽ അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടെ നിന്ന് പ്രവർത്തിക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഉത്തമ സാക്ഷികളായി നിൽപ്പാൻ അടിയങ്ങളെ അവിടങ്ങളിൽ അടിയങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അല്ലെങ്കിൽ പ്രിയ ജോൺസൺ മാസ്റ്റർക്കായി കുടുംബത്തിനായി അവർക്ക് കൊടുത്തിരിക്കുന്ന വലിയ ദർശനത്തിനായി സ്തോത്രം. ദേശത്തിന് അല്ലെങ്കിൽ പ്രകാശമായി ശോഭിപ്പാൻ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്താൻ കുടുംബമായി അവരെ ഉപയോഗിക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം അവിടുത്തെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ അടിയങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, അടിയങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തെ യാചിക്കുന്നു. ദൈവം കേൾക്കണം, സ്വർഗീയ പിതാവേ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി വന്ന എല്ലാവരെയും യേശുവിനായി സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ചില പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ജോസഫ് വള്ളമ്മോടെ പോടണല്ലോ, ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. കൂടുവിട്ടോടുവിൽ ഞാനും നാട്ടിൽ വീടിന്റെ ഉള്ളിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഉറ്റവർ സ്നേഹിതർ പറ്റം തിരിഞ്ഞു നിന്നു, മുറ്റും വിടക്കം നിന്നെ തള്ളിടുമ്പോ. ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു, മുറ്റും വിടക്കം നിന്നെ തള്ളിടുമ്പോ. പറ്റിച്ചെന്നാവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ. കൂടുവിട്ടോടുവിൽ ഞാനെൻ നാട്ടിൽ വീടിന്റെ മുന്നിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കായി. കൂടുവിട്ടോടുവിൽ ഞാനെൻ നാട്ടിൽ വീടിന്റെ മുൻപിൽ
മുൻപിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോട് കൂടിയിടുമ്പോ പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോട് കൂടിയിടുമ്പോ പ്രാക്കൾ കണക്കെ പറക്കും നാമൊന്ന് പ്രാപിക്കും രൂപാന്തരം പ്രാക്കൾ കണക്കെ പറക്കും നാമൊന്ന് പ്രാപിക്കും രൂപാന്തരം കൂടുവിട്ടോടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ ഉത്തമ സ്നേഹിത പക്ഷം പിടിച്ചു നിന്നു മുറ്റം വീടക്കം എന്നെ തള്ളിടുമ്പോ ഉറ്റവർ സ്നേഹിത പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റം വീടക്കം എന്നെ തള്ളിടുമ്പോ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്തു ചേർത്തിടുമേ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ പറ്റം പിടിഞ്ഞു നിന്നു മുറ്റും വീടക്കം തന്നെ തള്ളിടുമ്പോ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വീടക്കം തന്നെ തള്ളിടുമ്പോ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി ലോകമേനിക്കു വേണ്ട ലോകത്തിരിമ്പം വേണ്ട പോകണമേശുവിൻ പാത നോക്കി ലോകമേനിക്കു വേണ്ട പോകണമേശുവിൻ പാത നോക്കി ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകാനാഥനെ നിനക്കായിരുന്നു സമസ്തവും ഞാൻ എന്റെ ഏകാനാഥനെ നിനക്കായി കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഹല്ലേലൂയ
Hallelujah. എത്ര പ്രത്യാശ നിർഭരമായ ഒരു ഗാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ പ്രിയന്റെ ആ വീടിന്റെ ഉള്ളിലെത്തും, പാടിടും ജയഗീതമേ. ഹല്ലേലൂയ. പങ്കപ്പാടുകളേറ്റതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ പ്രത്യാശയാ ഞാൻ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രാണപ്രിയന്റെ സന്നിധിയിൽ എത്തുക. എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, നഷ്ടങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്. സ്തോത്രം. വിശപ്പുണ്ട്, ദാഹമുണ്ട്, ദ്രവത്വമുള്ള ലോകമായത്. എന്നാൽ ക്ഷയം, വട്ടം, മാലിന്യം ഇല്ലാത്ത നല്ലൊരു അവകാശനായി ഞാൻ നോക്കി പാർത്തുകൊണ്ടിരിക്കുക. അതെന്റെ പ്രാണപ്രിയന് വരവില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ പ്രത്യാശയോടെ സ്തുതിക്കുന്നു. ഇത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ 315 ദിവസം കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദര സഹോദരന്മാരെയും ദേവദാസന്മാരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും വേഗമെന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാ രാത്രികാലം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയിലെ മീറ്റുകളൊക്കെ നമുക്ക് അനുഗ്രഹമായിരുന്നല്ലോ. പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു, സന്ദർഭങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. നമ്മളുടെ പ്രതീക്ഷയോടെ ഇരിക്കുന്നല്ലോ. ഹല്ലേലൂയ. മനുഷ്യ ശബ്ദമല്ല കേൾക്കേണ്ടത്, ദൈവത്തിന്റെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യരിലെ നിങ്ങളെ വായിക്കുന്നു. സ്തോത്രം. അതേ ദൈവാത്മാ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയൊക്കെ അഫലമായിരിക്കുമെന്ന്. സ്തോത്രം. ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, നിയന്ത്രിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, ശുശ്രൂഷ ഏറ്റെടുത്ത് കഴിയുമ്പോൾ മനുഷ്യ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ നയിക്കാനാണ് ഇടയാകട്ടെ. രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാധനത്തിന് പിടിയാകുമാറാകട്ടെ. ഈ രാത്രിയിലെ ദൈവനെ സൂക്ഷിക്കുന്ന പ്രിയ ദാസൻ പ്രിയ ബോസ് മാത്തൂർ അവർക്ക് ദൈവം സ്തുതിക്കും. നമ്മുടെ ക്ഷണപ്രകാരം മീറ്റിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിനാണ്. സ്തോത്രം. കഴിഞ്ഞ പല പ്രാവശ്യം ഞങ്ങളെ പല മീറ്റിങ്ങുകളിൽ ഒന്നിച്ചു കൂടുവാനും ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാനൊക്കെ ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ആയിരിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട, കാരണം അച്ഛനുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹല്ലേലൂയ അച്ഛൻ ഒരു വർഷിപ്പ് ലീഡറാണ്, നല്ല യൂത്ത് ലീഡറാണ്. സ്വന്തമല്ല, ഒരു അഭിഷിക്തനാണ്. പരിശുദ്ധാത്മാവിൽ വിവേചിച്ച് സംസാരിക്കുന്ന സന്ദർഭങ്ങൾ എനിക്ക് നന്നായി മനസ്സായിട്ടുണ്ട്. ഇന്ന് രാത്രികാലം നമ്മുടെ വായിരിക്കുന്നത് ദാസകൂടി പരിശുദ്ധാത്മാവിന്റെ നല്ല വിവേചനം അനുഭവിപ്പാൻ ഇടയാകുമാറാകട്ടെ. ദൈവങ്ങളെ കേൾപ്പിക്കാം. യേശു ക്രിസ്തുനാമത്തിൽ ഞാൻ ദാസൻ പ്രിയ ബോസ് മാത്യു അവരെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ദൈവാനുസൂക്ഷിക്കായി സമയം വേർതിരിക്കുന്നു. വളരെ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടുകൂടി ജനങ്ങളെ കൈ ഒന്ന് കണ്ടോട്ടെ. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു. ഈ രാത്രികാലവും നമ്മുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആമേൻ. ഇതൊരു ആക്സിഡന്റൽ മീറ്റിംഗ് ആയിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പാസ്റ്റർ ജോൺസനെ എനിക്ക് ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ, 2-3 ദിവസത്തെ മീറ്റിങ്ങിൽ കണ്ട ഒരു പരിചയം മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു സ്നേഹിതൻ നടത്തുന്ന ഒരു പ്രാർത്ഥന മീറ്റിങ്ങിൽ ദാസൻ വരികയും വചനം സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നിരുന്നു. ഞാൻ ഒരിക്കൽ നിങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. അന്ന് ഞാനൊരു പിയാനയും പിടിച്ചുകൊണ്ട് സൈഡിലിരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതൻ ജേക്കബ് മാത്യു ആയിരുന്നു അന്ന് വചനം സംസാരിച്ചത്. ഇതുപോലൊരു ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഞങ്ങളുടെ അവിടുത്തെ രാവിലെ 11 മണിക്കും നിങ്ങളുടെ അവിടുത്തെ വൈകുന്നേര സമയങ്ങളിലും നമുക്ക് ഒരുമിച്ച് അന്ന് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് കൃപ തന്നുവല്ലോ. തുടർന്ന് നമ്മൾ വളരെ വളരെ ആകാംക്ഷയോടുകൂടി രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കാൻ കഴിയാത്തൊരു സമയം. നമ്മൾ ഒരിക്കൽ ബുദ്ധിയിൽ ചിന്തിച്ചിരുന്നൊരു സമയമുണ്ട്. ബുദ്ധിയിൽ ചിന്തിച്ചിരുന്നൊരു സമയം, അല്ലേ? ഇങ്ങനൊരു സമയം വരുമോ എന്ന് പലപ്പോഴും നമ്മൾ ബുദ്ധിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു സമയം വരുമെന്ന്. ഹല്ലേലൂയ. സൂമിൽ കൂടെ ഒക്കെ പ്രസംഗിക്കും, സൂമിൽ കൂടെ ഒക്കെ മീറ്റിംഗ് കൂടും. നമ്മൾ ബുദ്ധിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ബുദ്ധി നിഷ്ഫലമായി പോയ സമയത്ത് സ്വർഗ്ഗം തുറന്ന ചില വാതിലുകൾ ഇതൊക്കെ. മാനുഷിക ബുദ്ധികൾ നിഷ്ഫലമായി പോകും. ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. ഇത് എത്ര പേര് സൂമിൽ കൂടെ കാണുന്നു എന്നുള്ളതല്ല, ഇത് എത്ര പേര് യൂട്യൂബിൽ കൂടെ ലൈവ് സ്ട്രീമിൽ കൂടെ കാണുന്നു എന്നുള്ളതല്ല, മറിച്ച് കർത്താവിന്റെ ശബ്ദം ആഴത്തിൽ ജനത്തിന്റെ ഹൃദയത്തിൽ ഇറങ്ങണം ഈ രാത്രികാലം. നമ്മൾ ഇന്ന് ജൂലൈ 17 വേൾഡ് വൈഡ് ആയിട്ടുള്ള കോവിഡ് കേസസിന്റെ നമ്പറാണ് 190 മില്യൺ. 190 മില്യൺ. 190 കഴിഞ്ഞിട്ട് എത്ര പൂജ വിടണം നോക്കിയേ. 190 മില്യൺ. ജൂലൈ 17 ഇന്നത്തെ കോവിഡ് കണക്കാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ളത്. ഹല്ലേലൂയ. അതിന് 4.8 മില്യൺ ഡെത്ത്സ് ഈ ദിവസത്തെ ഡേറ്റിൽ. 4.8 മില്യൺ ഡെത്ത്സ്. ഹല്ലേലൂയ. ഞാനിത് ആക്സിഡന്റിലാണെന്ന് വിശ്വസിക്കുന്നില്ല കേട്ടോ.
ആമേൻ. ഇതൊരിക്കലും ആക്സിഡന്റിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ പിന്നിൽ വലിയൊരു പദ്ധതിയുണ്ട്. ആമേൻ. ഈ WHO ഇതിനെ ഒരു ഗ്ലോബൽ പാൻഡമിക് ആയിട്ടൊക്കെ പറഞ്ഞേക്കുക. കൊറോണ വൈറസിന് ഒരു ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു വലിയ ദുരന്തമായിട്ട് അതിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നതിന്റെ പിന്നിൽ വലിയൊരു പദ്ധതിയുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നത് എനിക്ക് അറിയത്തില്ല. ഇതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതായിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ആയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ കൂടിയിരിക്കാൻ കഴിയത്തില്ലായിരുന്നു, അല്ലെ? ഈ 32 പേർക്ക് ഇങ്ങനെ കൂടിയിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. ഞാൻ മഹാരാഷ്ട്രയിൽ 3 വർഷം താമസിച്ച ആളാണ്. കോവിഡ് കേസസിന്റെ മൂർധന്യ അവസ്ഥയെ പറ്റിയൊന്നും മഹാരാഷ്ട്രക്കാരോട് പറയേണ്ട കാര്യമില്ലല്ലേ. വെളിയിൽ ഇറങ്ങാൻ കഴിയാതെ വണ്ണം അനേക ദിവസങ്ങൾ, 1 വർഷത്തോളം, ഇറ്റ്സ് ഓൾമോസ്റ്റ് ബീൻ 1 year, 1 വർഷത്തോളം നമ്മൾ പലരും മുറിക്കകത്ത് അടയ്ക്കപ്പെട്ടപ്പോൾ എത്ര പേർ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ അകത്ത് അടച്ചു കിടക്കുന്ന സമയത്തോളം കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടിരിക്കും. ഞാൻ എത്രത്തോളം എൻ്റെ റൂമിൽ അടഞ്ഞിരുന്നാലും, എത്രത്തോളം ലോക്ക്ഡൗണുകൾ വന്നാലും എൻ്റെ ഉള്ളിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞാൻ കർത്താവിന്റെ ശബ്ദം കേൾക്കുമെന്നു. നിന്നെ തുറുങ്കലിൽ അടച്ചിട്ടാലും തുറുങ്കൽ ഭേദിച്ചുകൊണ്ട്, തുറങ്കം ഭേദിച്ചുകൊണ്ട് വരുന്നൊരു ശബ്ദമുണ്ട്. ഹല്ലേലൂയ. തുറുങ്കലിൽ നിന്നെ അടച്ചിട്ടാലും ആ തുറങ്കൽ ഭേദിച്ചുകൊണ്ട് വരുന്ന ശബ്ദം നിന്നെ പ്രാപ്തനാക്കുന്നത് ലേഖനങ്ങൾ എഴുതുവാനാണ്. നീ തുറങ്കലിൽ അടയ്ക്കപ്പെട്ടാലും എഫെസോസിലെ സഭയ്ക്ക് ലേഖനം നീ എഴുതണം. നീ തുറങ്കലിൽ അടയ്ക്കപ്പെട്ടാലും ഫിലോമോന് നീ ലേഖനം എഴുതണം. നീ തുറങ്കലിൽ അടയ്ക്കപ്പെട്ടാലും ഫിലിപ്പിയ സഭയ്ക്ക് നീ ലേഖനം എഴുതണം. എങ്ങനെ എഴുതുന്നു? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ. ദൈവത്തിന്റെ ശബ്ദത്തിന് ഹല്ലേലൂയ നമ്മുടെ സർക്കംസ്റ്റാൻസസ് ഒന്നും ഒരു വിഷയമേ അല്ല കേട്ടോ. ഇറ്റ് ഡസന്റ് മാറ്റർ ഹൗ ഫാർ യു ആൻഡ് ഐ ആർ ഫ്രം. നമ്മൾ എത്രത്തോളം ദൂരത്താണെന്നുള്ള കർത്താവിന്റെ വിഷയമേ അല്ല. ഞാൻ ലോകത്തിന്റെ ഇങ്ങേ അറ്റത്തിന് സംസാരിക്കുമ്പോൾ, നിങ്ങൾ വേറൊരു അറ്റത്തിന് തന്നെ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, അതൊന്നും എൻ്റെ കർത്താവിന് പ്രശ്നമേ അല്ല. ഹൈലൈറ്റ് എന്ന് പറയുന്നത് കർത്താവിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രികാലം നിങ്ങൾ 8:30 നിങ്ങളുടെ സമയം, ഇന്ത്യൻ സമയം 8:30 നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, എത്ര പേർ ഇന്നലെ രാത്രിയിൽ പറഞ്ഞു, കർത്താവേ, ഈ രാത്രികാലം അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് പോകണം. ഈ രാത്രികാലം വേറൊന്നും എനിക്ക് കേൾക്കണ്ട, മാനുഷികമായ വാക്കുകൾ എനിക്ക് കേൾക്കണ്ട, ബോവസ് മാത്യു പറയുന്നത് എനിക്ക് കേൾക്കണ്ട, അല്ലെങ്കിൽ വേറൊരു പാസ്റ്റർ പറയുന്നതല്ല എനിക്ക് കേൾക്കേണ്ടത്. എനിക്ക് കേൾക്കേണ്ടത് കർത്താവിന്റെ ശബ്ദം മാത്രം. നമ്മുടെ ആരാധനയ്ക്ക് ഇട്ടിരിക്കുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും യേശുവിന്റെ നാമത്തിൽ നിന്ന് അഴിയണം. എല്ലാ റെസ്ട്രിക്ഷൻസും അഴിഞ്ഞ് പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ആരാധിക്കും. മനോഹരമായൊരു വർഷിപ്പ് നമുക്കുണ്ടായിരുന്നല്ലോ. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ പ്രിയന്റെ മുൻപിലെത്തും. ഹല്ലേലൂയ. അതിനി അധികം സമയങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ കർത്താവിന്റെ വചനത്തിലേക്ക് കയറുവാൻ പോവുകയാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അല്ലെ? പറഞ്ഞു നമ്മൾ ഉള്ളിൽ തട്ടാതെ ഇപ്പൊ പറയുന്നത്, അല്ലെ? പറഞ്ഞത് ഉള്ളിൽ തട്ടാതെ പറയുന്നത്. എങ്ങനെയൊക്കെ ചുമ്മാ അങ്ങ് പറയുക, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ട് അവൻ ജീവിക്കുന്ന ദൈവം? അവൻ സംസാരിക്കുന്ന ദൈവമായതുകൊണ്ട്. അവൻ ഇന്നും തന്റെ ജനത്തോട് സംസാരിക്കുന്ന ദൈവമായതുകൊണ്ടാ അവൻ ജീവിക്കുന്ന ദൈവമായിരിക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം. പഴയ നിയമത്തിലേക്ക് നോക്ക്. ഏദം പൂങ്കാവനത്തിൽ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ജനത്തോട് സംസാരിപ്പാൻ ഇറങ്ങി വന്നൊരു ദൈവം. ഹല്ലേലൂയ. ആ സംസാരം അവിടെ വെച്ച് നിന്നില്ല കേട്ടോ. പഴയ നിയമത്തിൽ ഏദൻ പൂങ്കാവനത്തിൽ തന്റെ ജനത്തോട് സംസാരിച്ച ദൈവം ഒരു മോശയോട് സംസാരിച്ചു, അതിനുശേഷം ഒരു നോഹയോട് സംസാരിച്ചു, അതിനുശേഷം ഒരു അബ്രഹാമിനോട് സംസാരിച്ചതിനു ശേഷം. ദൈവശബ്ദത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ രാത്രികാലം ശ്രവിക്കുവാൻ പോകുന്നത്. തുടർന്നുള്ള കുറച്ച് സമയങ്ങൾ, വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഗോഡ്, വാട്ട് ഈസ് ദ നെസസറി ഓഫ് ദ സൗണ്ട്. കർത്താവിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കർത്താവിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതകൾ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ചു നേരം സംസാരിക്കുവാൻ പോകുകയാണ്. ഈ സൂം മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന ഏവർക്കും
വീണ്ടും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾ മധ്യത്തിൽ എൻ്റെ പേരൻസും ജോയിൻ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. ഹല്ലേലൂയ. അവരെയും ഒത്തിരി നാൾ കൃഷ്ണൻ കാണുന്നതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. നമുക്ക് ഒരുമിച്ച് വേഗത്തിൽ നമുക്കറിയാവുന്ന ഒരു അധ്യായമാണല്ലോ പ്രവൃത്തികളുടെ പുസ്തകം. വേഗത്തിൽ പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടഞ്ഞാട്ട് ഹോ റാബ ശംധന റഗൽ മനാദിയ ജൂഡൽ മന രംധനെ റെഗെ മനെ ശംധനെ മനൽ ധാനി. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. ഞങ്ങൾ തുടക്കത്തിൽ കേട്ടതുപോലെ നീ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് അപ്പ. നീ ഇന്നും തന്റെ ജനത്തോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹത്തോട് വന്നിരിക്കുന്നു. മാനുഷികമായ യാതൊരു വാക്കുകളും ഞങ്ങൾക്ക് കേൾക്കണ്ട. മാനുഷികമായ ഒരു ശബ്ദവും ഞങ്ങൾക്ക് കേൾക്കണ്ട അപ്പ. അങ്ങയുടെ ശബ്ദം മാത്രം, അങ്ങ് സഭയോട് പറയുന്ന ദൂത് മാത്രം, അങ്ങ് സഭയോട് പറവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ജനം കേൾക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി നന്ദി പറയുന്നപ്പ. അതിന്റെ ആഴത്തിൽ സംസാരിപ്പാൻ അടിയന്റെ നാവിനെ നീ ബലപ്പെടുത്തിയിരിക്കാൻ സ്തുതിക്കുന്നു. ജനത്തോട് നീ സംസാരിച്ചിരിക്കാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ യാചിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ സുപരിചിതമായ ഒരു അധ്യായമാണ് ഈ രാത്രികാലത്തെ കുറിച്ച് നേരത്തെ ചിന്തയായിട്ട് നമ്മൾ ഒരുമിച്ച് വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ അറിയാത്ത ആരും ഇതിൻ്റെ അകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഇവന്റ്, എസ്പെഷ്യലി ഈ ഒരു ഇവന്റിനെ പറ്റി അറിയാത്ത ഒരു കുട്ടി പോലും കാണത്തില്ല. ഒരുപക്ഷെ സൺഡേ സ്കൂളിൽ പഠിച്ചതും അല്ലെങ്കിൽ മറ്റു നമ്മുടെ വായനാ സമയങ്ങളിൽ കർത്താവ് നമ്മോട് സംസാരിച്ചതുമായ ഒരു അധ്യായം നമുക്ക് ഇതിനെ കാണുവാൻ കഴിയും. അനേക പ്രസംഗങ്ങൾ, അല്ലെ, ഒരുപക്ഷെ അനേക പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത അനേക പ്രസംഗങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രസംഗത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു കൂടിക്കാഴ്ച. എല്ലാവരും ചേർന്ന് പറഞ്ഞു, ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു കൂടിക്കാഴ്ച. An encounter that changed the entire picture of this world. An encounter that changed the entire picture of Christianity. ക്രിസ്ത്യാനിത്വത്തിന്റെ എല്ലാ ചിത്രത്തെയും മാറ്റിമറിച്ച ഒരു വലിയ ചരിത്രപരമായ സംഭവം. ഹല്ലേലൂയ. ലൂക്കോസാലാണ് ഈ ലേഖനം രചിക്കപ്പെട്ടേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ആദിമ സഭയുടെ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ചരിത്രം, വളരെ വളരെ സത്യമായിട്ടുള്ള ആദിമ സഭയുടെ ഒരു ചരിത്രമായി അപ്പോസ്തല പ്രവൃത്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ രചിക്കപ്പെട്ട ഒരു ചരിത്രം. ഹല്ലേലൂയ. കർത്താവിനാൽ നിറയപ്പെട്ട് ലൂക്കോസ് 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ സഭയ്ക്കായി എഴുതപ്പെട്ട ഒരു ലേഖനം നമുക്ക് കാണുവാൻ കഴിയുന്നല്ലേ. ചരിത്ര സംഭവങ്ങളും അന്നത്തെ പൊളിറ്റിക്കൽ ഇവന്റ്സ് വരെ നമ്മളൊന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും ഇത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ എഴുതിയതാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആദിമ സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ആദിമ സഭയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ പരിശുദ്ധയാത്മാവിന്റെ നിറവിൽ ലൂക്കോസ് എഴുതിയ അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇത് ആർക്ക് വേണ്ടി എഴുതിയെന്ന് നമ്മൾ 1-ാം അധ്യായത്തിൽ കാണും. 1-ാം അധ്യായത്തിൽ പറയുന്നത് ഇതൊരു തെയോഫിലോസിന് വേണ്ടിയാണ് എഴുതിയത്. ഹല്ലേലൂയ. ഈ ചരിത്രം എഴുതപ്പെട്ടത് ഒരു തെയോഫിലോസിന് വേണ്ടിയാണ്. ആരാണ് ഈ തെയോഫിലോസ്? തെയോഫിലോസിനെ പറ്റി അധികമൊന്നും നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ വേദ പഠിതാക്കൾ പറയുന്നത് തെയോഫിലോസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പുതുതായി ഈ വിശ്വാസത്തിലേക്ക്, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ പുതിയ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് തെയോഫിലോസ് എന്ന് ഒരുപക്ഷെ വേദ പഠിതാക്കൾ സമർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, പൗലോസിന്റെ ടീച്ചിങ്ങിലൂടെ പുറത്തു വന്ന ഒരു വ്യക്തിയാണ് തെയോഫിലോസ്. ഹല്ലേലൂയ. പൗലോസിന്റെ പഠിപ്പീരിലൂടെ, എൻ്റെ ഭാവനയിൽ ഞാൻ ഇങ്ങനെ കാണുക, പൗലോസിന്റെ പഠിപ്പീരിലൂടെ പുറത്തു വന്ന ഒരു ആത്മ മനുഷ്യനാണ് തെയോഫിലോസ്. ഹല്ലേലൂയ. എന്തു തന്നെയായിരുന്നാലും ലൂക്കോസ് ഈ ചരിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ വായനക്കാരെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഉറവിടത്തെ പറഞ്ഞു കൊടുക്കുവാൻ, എങ്ങനെ ക്രിസ്ത്യാനിത്വം ഉണ്ടായി, ഹല്ലേലൂയ, എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ നമുക്ക് വിളിപ്പേര് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ
സംസാരിക്കുവാൻ ഒരു ചരിത്രപരമായ ഒരു ട്രൂത്ത്ഫുൾ, ഞാനിതിനെ വിളിക്കുന്നത് ഐ തിങ്ക് വി ഷുഡ് അഡ്രസ് ഇറ്റ് ഇസ് ദ ഹിസ്റ്ററി ഓഫ് ദ ചർച്ച്. സഭയുടെ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമായി നമുക്കിതിനെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പൗലോസ് എന്ന് നമ്മൾ വിളിക്കുന്ന ശൗലായിരുന്നു. ജനനത്താൽ യഹൂദനും ഹല്ലേലൂയ അവൻ്റെ സിറ്റിസൺഷിപ്പ് റോമൻ സിറ്റിസനുമായ പൗലോസിനെ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയും. നമ്മൾ വായിച്ച ഈ അധ്യായം എന്ന് പറയുന്നത് 9-ാം അധ്യായം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദത്താൽ നിറഞ്ഞൊരു അധ്യായമാണ്. തുടക്കം മുതൽ അവസാനം വരെ കർത്താവ് ലൈവായിട്ട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം മുഴുവൻ അവൻ്റെ സംസാരമാണല്ലേ, അവൻ്റെ നിശ്വാസമാണ് ഈ വചനം മുഴുവൻ. എന്നാൽ 9-ാം അധ്യായം എന്ന് പറയുന്നത് ലൈവായിട്ട് ജനത്തോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ യേശുവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലൈവായിട്ട് തൻ്റെ ദാസന്മാരോട് സംസാരിക്കുന്ന ഒരു അധ്യായമാണ് 9-ാം അധ്യായം. ഹല്ലേലൂയ. ഈ പൗലോസിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് എന്തുവാണ് കാണുവാൻ കഴിയുന്നത്? പൗലോസ് നമ്മൾ വിളിക്കുന്ന ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തി അവനൊരു തർസോസുകാരനാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവൻ യഹൂദനാണ്. ഹല്ലേലൂയ. റോമൻ സിറ്റിസനാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 22:3 നമുക്ക് കാണുവാൻ കഴിയുന്ന ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച ഒരുവൻ. ഹല്ലേലൂയ. റബികളുടെ റബിയായ റബീനിക് ലിറ്ററേച്ചറുകളിൽ റബികളുടെ റബിയായ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച ഒരു പൗലോസിനെ ശൗലിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. തൻ്റെ സമൂഹത്തിൽ ഒത്തിരി വിലയുള്ളൊരു വ്യക്തിയായിരുന്നു ഈ ശൗല് കേട്ടോ. നമ്മൾ ശൗലിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പൗലോസിനെ പറ്റി പറയാനാണ് നമുക്ക് ആഗ്രഹം. ഈ പൗലോസ് ആരായിരുന്നു എന്ന് പറയാനാണ് നമുക്ക് ആഗ്രഹം. എന്നാൽ ശൗലിനെ പറ്റി നമ്മൾ ആഴമായി പഠിക്കുമ്പോൾ തൻ്റെ സമൂഹത്തിൽ ഒത്തിരി വിലയുള്ളൊരു വ്യക്തിയായിരുന്നു ഈ ശൗൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തൻ്റെ ജനത്താൽ ഹല്ലേലൂയ താൻ പ്രതിനിധീകരിക്കുന്ന ജനത്താൽ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തിത്വം. ഹല്ലേലൂയ. എന്നാൽ മറുവശത്ത് കർത്താവിൻ്റെ സഭ ഏറ്റവും കൂടുതൽ പേടിച്ച വ്യക്തിയുമായിരുന്നു പൗലോസ്, ശൗൽ എന്ന് പറയുന്ന ഈ വ്യക്തിത്വം. ഹല്ലേലൂയ. മറുവശത്ത് ഇവനാണെങ്കിൽ ഹി വാസ് നോട്ട് ഓസ്ട്രസൈസ്ഡ് ഫ്രം ദ സൊസൈറ്റി. ഹല്ലേലൂയ. അവൻ സൊസൈറ്റിയിൽ നിന്ന് ഓസ്ട്രസൈസ് ചെയ്തൊരു വ്യക്തിയല്ലായിരുന്നു കേട്ടോ. മറിച്ചോ അവൻ സൊസൈറ്റിയിൽ ഒരു അംഗീകാരമുള്ള വ്യക്തിയായിരുന്നു ശൗൽ എന്ന് പറയുന്ന വ്യക്തി. പൗലോസിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഈ മാർഗത്തെ മടിക്കാതെ ഉപദ്രവിക്കാനും കൊല്ലാനും വന്നവനാണ് താൻ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയാണ്, ഞാൻ ഈ മാർഗത്തെ മടിക്കാതെ ഹല്ലേലൂയ ഉപദ്രവിക്കാനും കൊല്ലാനും വന്നവനാണെന്ന്. ഹല്ലേലൂയ. സോ ആദ്യം മുതൽ തന്നെ ലൂക്കോസ് വളരെ വ്യക്തമായി ശൗലിനെ നമുക്ക് പോർട്രേ ചെയ്ത് കാണിക്കുകയാണ്. ശൗലിനെ പറ്റി നമ്മളെ കാണിക്കുന്നത് ഹല്ലേലൂയ അവൻ ക്രിസ്തു ഭക്തനൊന്നുമല്ല കേട്ടോ. അവൻ ക്രിസ്ത്യാനിറ്റി ഉപദ്രവിക്കാൻ നടക്കുന്നവൻ, സഭയെ തകർക്കുവാൻ നടക്കുന്നവൻ. എന്നാൽ ഒറ്റ കൂടിക്കാഴ്ച ദമസ്കോസിന്റെ മുമ്പിൽ വെച്ചുള്ള കൂടിക്കാഴ്ച സഭയെ ഉപദ്രവിക്കുന്നവൻ സഭയെ പണിയുന്നവനായി തീർന്നു. എത്രത്തോളം എന്റെ ദൈവത്തെ ഉപദ്രവിക്കുന്നവനാണെങ്കിലും, എത്രത്തോളം എന്റെ ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുക്കാത്തവനാണെങ്കിലും, ഹല്ലേലൂയ, ഒരു കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞാൽ, ഒരു എൻകൗണ്ടർ നടന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നീ സഭയെ തകർക്കുന്നവനാണെങ്കിൽ പരിശുദ്ധ ആത്മാവിനാൽ നീ സഭയെ പണിയുന്നവനാക്കി ദൈവം നിന്നെ മാറ്റും. നമ്മൾ വായിച്ച് ഈ വേദഭാഗം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നു. ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട ഒരു പൗലോസിനെയാണ്, ശൗലിനെയാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. നമ്മൾ വായിച്ച 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചവും അവന്റെ ചുറ്റും മിന്നി. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ വായിച്ച് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട ഒരു ശൗലിനെ. ഈ പിടിക്കപ്പെട്ട ശൗലിനെ കർത്താവ് ഉപയോഗിച്ച രീതികൾ നമ്മൾ ചിന്തിച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ശൗല് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് അവൻ പ്രസംഗിക്കുന്ന ആദ്യത്തെ പ്രസംഗം നിങ്ങളൊന്ന് ഭാവനയിൽ നിന്ന് കണ്ടു നോക്കി. എത്ര പേര് കാണുമായിരിക്കും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടല്ലേ. ഇങ്ങനെ ഒന്ന് ഫ്രണ്ട് നിൽക്കുക, പൗലോസ് ശൗൽ എന്ന പേര് മാറി പൗലോസ് വചനം എഴുന്നേറ്റ് വചനത്തിൻ്റെ ശക്തിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാൻ അനേകർ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും, പറയുന്നുണ്ടായിരിക്കും, ഇവൻ പണ്ട് അങ്ങനെ നടന്നവനാ, ഇവൻ പണ്ട് ഈ മാർഗത്തെ ഉപദ്രവിച്ചവനാ, ഈ മാർഗത്തെ പിൻപറ്റി ആൾക്കാർ ഉപദ്രവിച്ചവരെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാവനയിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. വേദ പഠിതാക്കൾ ഈ 3-ാം വാക്യത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, കൺവേർഷൻ. കൺവേർഷൻ എന്ന
എന്നാണ് വേദ പഠിതാക്കൾ ഈ 3-ാം വാക്യത്തെ വിളിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ ആത്മാവിൽ ഇങ്ങനെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദിസ് ഇസ് നോട്ട് എ കൺവേർഷൻ, ദിസ് ഇസ് എ ട്രാൻസ്ഫർമേഷൻ. ഹല്ലേലൂയ. ഇത് കൺവേർഷൻ അല്ല കേട്ടോ, ഇതൊരു ട്രാൻസ്ഫർമേഷൻ ആണ്. ഹല്ലേലൂയ. ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗല് കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ ശൗലിന് സംഭവിച്ചത് ഒരു കൺവേർഷൻ അല്ല, മറിച്ചോ ശൗലിന് സംഭവിച്ചത് ഒരു ട്രാൻസ്ഫർമേഷൻ ആണ്. ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ശൗലിന് സംഭവിച്ചത് ഒരു പരിണാമമല്ല, മറിച്ചോ അവന് സംഭവിച്ചത് ഒരു രൂപാന്തരമാണ്. ഹല്ലേലൂയ. ഹോ റബ ശംദന. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ആ ദൂതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അവന് കൺവേർഷൻ നടന്നു എന്ന് നമുക്ക് ഒരുപക്ഷെ വാദിക്കുവാൻ കഴിയുമായിരിക്കും. എന്നാൽ ആത്മാവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, വചനം ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് നടന്നത് ഒരു കൺവേർഷൻ അല്ല, മറിച്ചോ അതൊരു ട്രാൻസ്ഫർമേഷൻ ആണ്. ഹല്ലേലൂയ. അവന്റെ ചിന്തകൾക്ക് വന്ന രൂപാന്തരമാണ് ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് നടന്നത്. എങ്ങനെ ഇതെങ്ങനെ ഒരു കൺവേർഷൻ അല്ല, ഇതൊരു ട്രാൻസ്ഫർമേഷൻ ആണ്. നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ. അല്ലെങ്കിൽ ശൗൽ എന്ന് പറയുന്ന വ്യക്തി ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് അല്ലെങ്കിൽ മഷിഹൈക ചരിത്രമൊക്കെ പഠിച്ച വ്യക്തിയാണ്. അല്ലെങ്കിൽ മഷിഹ ആരാണെന്ന് ശൗലിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മഷിഹ എങ്ങനെ വരുമെന്ന് ശൗലിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? മറിച്ചോ അവൻ അറിയാം ഇതാരാണെന്ന്. ഇഫ് യു നോ സംതിങ്, അവൻ അറിയാം ഈ മഷിഹ എന്ന് പറയുന്ന ആരാണ്, അല്ലെങ്കിൽ മഷിഹയുടെ ചരിത്രം എന്ന് പറയുന്നത് എന്താണെന്ന് ശൗലിനറിയാം. അതുകൊണ്ട് ശൗലിനെ മഷിഹ ആരാണെന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് എ കൺവേർഷൻ. ഇതൊരു കൺവേർഷൻ അല്ല, മറിച്ചോ ഇറ്റ്സ് എ ട്രാൻസ്ഫർമേഷൻ. അല്ലേ? അവന്റെ ചിന്താ ശ്രേണികൾക്ക് വന്ന ട്രാൻസ്ഫർമേഷനാണ് ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് നടന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ രാത്രികാലം പരിശുദ്ധ ആത്മാവിന് നിന്നോട് പറയാനുള്ളത്, നീ ഇപ്പോഴും കൺവേർഷനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോഴും നീ കൺവേർഷൻ മോഡിൽ നിൽക്കുകയാണെങ്കിൽ, നിന്റെ ചിന്താ ശ്രേണികൾക്ക് മാറ്റം വരത്തില്ല, നിന്റെ വീക്ഷണങ്ങൾക്ക് മാറ്റം വരത്തില്ല. നിന്റെ വീക്ഷണങ്ങൾക്കും നിന്റെ ചിന്താ ശ്രേണികൾക്ക് മാറ്റം വരണമെങ്കിൽ എന്റെയും നിന്റെയും ചിന്തകളിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കണം, ഒരു രൂപാന്തരം നടക്കണം. ഹോ റാബ ശംദന റഗൽ മനാദിയ ചൂട റഗ ശംദന റഗൽ മനെ റേബൽ ശംദാനിയ. ഹല്ലേലൂയ. നിന്റെയും എന്റെയും ചിന്തയിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നില്ലെങ്കിൽ we will be still sticking to the conversion mode. ഹല്ലേലൂയ. കൺവേർഷൻ മോഡിൽ ഞാനും നീയും അകപ്പെട്ടവനായിട്ട് പോകും കേട്ടോ, കൺവേർഷൻ മോഡിൽ. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് നീ കൺവേർഷൻ മോഡിൽ തന്നെ നിൽക്കുവാനായിട്ടല്ല. കർത്താവ് നിന്നെ പറ്റി ആഗ്രഹിക്കുന്നത് കൺവേർഷൻ മോഡിൽ തന്നെ നിൽക്കുവാനായിട്ടല്ല, മറിച്ച് ഒരു ട്രാൻസ്ഫർമേഷൻ മോഡിലേക്ക്. ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺവേർഷന്റെ അടുത്തൊരു ലെവലാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. ആത്മാവിൽ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് കൺവേർഷന്റെ ഒരു നെക്സ്റ്റ് റെലമാണ്. ഹല്ലേലൂയ. ആ റെലത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നീയും കൺവേർഷന്റെ മോഡിൽ നിന്ന് വെളിയിൽ വരണം. ഈ രാത്രികാലം നമ്മുടെ പ്രാർത്ഥനയിൽ വേറൊന്നും നടന്നില്ലെങ്കിലും നമ്മുടെ ചിന്തകൾക്കൊരു രൂപാന്തരം വരണം, നമ്മുടെ വീക്ഷണങ്ങൾക്കൊരു രൂപാന്തരം വരണം. നിന്റെ ചിന്തകൾക്കൊരു രൂപാന്തരം വന്നില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ വീക്ഷണങ്ങൾക്കൊരു രൂപാന്തരം വന്നില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ മേൽ തന്നിരിക്കുന്ന നിയോഗത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ കണ്ണിന് അന്ധത പിടിക്കും. റഗൽ മന ജൂഡൽ ശംദനെ റഗൽ വേദാനി ഓ ഷാബാറാമ ജൂഡാമ ശംധാരിയ. ഈ രാത്രികാലം നിനക്കൊരു രൂപാന്തരം സംഭവിച്ചില്ലെങ്കിൽ, നിന്റെ ചിന്തകൾക്ക് കർത്താവിനെ മനസ്സിലാക്കുന്ന രീതിയിൽ നിനക്കൊരു രൂപാന്തരം സംഭവിച്ചില്ലെങ്കിൽ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന നിയോഗത്തെ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ശൗലേ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന നിയോഗത്തെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നീ ശൗലായിട്ട്, നീ ഒരു പൗലോസായിട്ട് ട്രാൻസ്ഫോം ആകണം. നിന്റെ മേൽ പകർന്നിരിക്കുന്ന നിയോഗത്തെ നീ മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ നീ ഒരു പൗലോസായിട്ട് ട്രാൻസ്ഫോം ആകണം. ഹോ റാബ ശംദന. ശൗലായിട്ട് നീ കിടക്കുന്നിടത്തോളം കാലം നീ കൺവേർഷൻ മോഡിലാണ് കിടക്കുന്നത് കേട്ടോ. ഈ രാത്രിക്കാലം നീ പൗലോസ് ആകുവാൻ തയ്യാറായാൽ, സഭകൾക്ക് ലേഖനം എഴുതുന്ന, സഭയിലെ പാസ്റ്റർമാരെ പണിയുന്ന, സഭയിലെ യുവാക്കന്മാരെ പണിയുന്ന ഒരു പൗലോസായി നീ മാറണമെങ്കിൽ നിന്റെയും എന്റെയും ചിന്താ ശ്രേണികളിൽ
ശംഗൽ മനാദിയ Amen. ജൂവേ സന്ദേ മനെ റെഗൽ ശംധാനിയ. ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കണം. ഹല്ലേലൂയ. Yes, അതുപോലെ yes. ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് നടന്ന ഈ സംഭവത്തെ ക്രിസ്തുവിൽ പൗലോസിന് സംഭവിച്ച ഒരു പരിവർത്തനത്തിന് പകരം ഒരു ട്രാൻസ്ഫർമേഷനായി, ഒരു മാനസാന്തരമായി, ഒരു രൂപാന്തരമായി നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ നോക്കിയേ, ഡമസ്കോസിന്റെ പടിവാതിക്കൽ ശൗൽ എങ്ങനെ വരുന്നത്? എങ്ങനെ ഡമസ്കോസിന്റെ പടിവാതിക്കൽ വരുന്നത്? തന്റെ ജനത്തെ പിടിച്ചു പൂട്ടുവാനുള്ള മുദ്രയുമായി, തന്റെ ജനത്തെ പിടിച്ചു പൂട്ടുവാനുള്ള പത്രവുമായി വരുന്ന ശൗൽ. ഹല്ലേലൂയ. ഡമസ്കോസിന്റെ പടിവാതിക്കൽ വരുന്നത് പത്രവുമായിട്ടാണ്. കർത്താവിന്റെ സഭയെ പൂട്ടുവാൻ, അല്ലെ, കർത്താവിന്റെ ജനത്തെ എന്നേക്കുമായി തുറുങ്കലിൽ അടയ്ക്കുവാൻ ഒരു പത്രവുമായിട്ട് വരിക. എന്നാൽ ഡമസ്കോസിന്റെ പടിവാതിക്കൽ ഒറ്റ ശബ്ദം, ശൗലേ ശൗലേ. ഓ റാബ ശാന്ത റഗൽ മനായി. ഒറ്റ ശബ്ദത്തിൽ സഭയുടെ ചരിത്രം തന്നെ മാറ്റിമറിഞ്ഞു. Amen. Hallelujah. Jesus. ആ ഒരു ഒറ്റ ശബ്ദത്തിൽ തന്നെ നമ്മുടെ ക്രിസ്തീയ സഭയുടെ ചരിത്രം മാറി മറിഞ്ഞു. ഹല്ലേലൂയ. ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ നീ ഒരു പൗലോസ് ആകാൻ തയ്യാറാകണം. ശൗലായിട്ട് നിൽക്കുന്നിടത്തോളം കാലം യു ആർ ഇൻ ദ കൺവേർഷൻ മോഡ്. പക്ഷെ നീ ഒരു പൗലോസ് ആകാൻ തയ്യാറായാൽ യു ആർ ഇൻ ദ ട്രാൻസ്ഫർമേഷൻ മോഡ്. യാഥാർത്ഥത്തിൽ നിന്നിലൊരു രൂപാന്തരം നടക്കുമെങ്കിൽ നീ ക്രിസ്തുവിനെ കണ്ടുമുട്ടണം. ഒരു രൂപാന്തരം നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ രൂപാന്തരം പ്രാപിച്ചവനാണ്, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടവനാണെന്ന്. എന്റെ മനസ്സിന് അന്തരം വന്നതിന് മാനസാന്തരപ്പെട്ടവനാണെന്ന്. ഹല്ലേലൂയ. My question is, are we still in the conversion mode? നമ്മൾ ഇപ്പോഴും ആ കൺവേർഷൻ മോഡിൽ നിൽക്കുകയാണോ? കർത്താവിനെ അറിയാം, മനസ്സിലായോ? ശൗലിന്റെ ഇതെന്ന് പറഞ്ഞാൽ ശൗലിന് യേശുവിനെ അറിയാം, അല്ലെ? ശൗലിന് യേശുവിനെ അറിയാം, മശിഹയെ അറിയാം, സകലതും അറിയാം. പക്ഷെ ഒരു പൗലോസ് ആകാത്രത്തോളം കാലം അതിന്റെ ആഴം മനസ്സിലാകത്തില്ല. ഒരു പൗലോസ് ആകാത്തിടത്തോളം കാലം അവൻ പറയത്തില്ല, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഓ റാബ ശാന്തന. ഹല്ലേലൂയ. നീ ഒരു ശൗലായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല. പക്ഷെ നീ ഒരു പൗലോസ് ആയിട്ട് മാറിക്കഴിഞ്ഞുണ്ടല്ലോ, നീ ഒരു പൗലോസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ചൂടാബ ശാന്തന റഗൽ മനാദിയ ചൂടൽ ശംദേ മനെ റഗൽ ശംദാനിയ. സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നമ്മൾ മടങ്ങി വരണം, ഒരു ട്രാൻസ്ഫർമേഷൻ മോഡിലേക്ക് മടങ്ങി വരണം. നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരണം. ക്രിസ്തുവിൽ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരണം. നമ്മുടെ വീക്ഷണങ്ങൾക്ക് മാറ്റം വരണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആദ്യമായിട്ട് സൂം മീറ്റിങ്ങുകളൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ എത്ര പേര് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തല്ലേ? എത്ര പേര് പറഞ്ഞു തുടങ്ങേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കൊറോണ വന്നിട്ട് ആദ്യത്തെ 2-3 ആഴ്ചയിൽ എവിടെ നോക്കിയാലും സൂം മീറ്റിംഗ് ആയിരുന്നു. ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും സൂം മീറ്റിംഗ് ആയിരുന്നു. ഒത്തിരി ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്, കേട്ടോ. ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കേറിയവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കേറിയവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിട്ടിസൈസ് ചെയ്യുന്നവൻ ഇന്നും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. നിനക്ക് അതേ അറിയത്തുള്ളൂ, നീ അതേ ചെയ്യത്തുള്ളൂ. പക്ഷെ അതിനകത്ത് കേറിയിട്ട് അനുഗ്രഹം പ്രാപിച്ചവനെ ഇറങ്ങത്തില്ല, കേട്ടോ. 4-ാം വാക്യത്തിൽ, സമയം വേഗത്തിൽ പോകുന്നുണ്ട്, 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, ശൗലേ ശൗലേ എന്ന് കർത്താവ് വിളിക്കുന്നു. എന്റെ ചോദ്യം, കർത്താവെ, അങ്ങയുടെ സഭ ഇത്രയും ഉപദ്രവിച്ച, അങ്ങയുടെ കൂട്ടാളികളെ ഇത്രയും ഉപദ്രവിച്ച ഈ ശൗലിനെ തന്നെയാണ് നിനക്ക് വേണ്ടത്? ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഇങ്ങനെ പറയും, അല്ലോടി, എന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിന്റെ ബുദ്ധിക്ക് അത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. എന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിന്റെ സെറിബ്രൽ ഇന്റലക്ച്വലിനകത്ത് നിനക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ഓ ശംദാറകൾ മനാദിയ. ഒന്ന് നോക്കി ദാവീദിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മൾ ദാവീദിന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ, രാജാവാകുവാൻ അവൻ ഒരു ക്വാളിറ്റിയും ഇല്ല, ഒരു ക്വാളിഫിക്കേഷൻസും ഇല്ല.
അല്ലെ? Yes. Yes. രാജാവാകുവാൻ ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. Yes. സൈന്യത്തിൽ ജോലി ചെയ്യുന്ന അനുജന്മാരുണ്ട്, ചേട്ടന്മാരുണ്ട്. അവർ പക്ഷെ രാജാവാകാൻ യോഗ്യന്മാരായിരിക്കും. ആരുടെ കണ്ണിൽ? മാനുഷിക കണ്ണിൽ. മാനുഷിക കണ്ണിൽ അവർ ഒരുപക്ഷെ രാജാക്കന്മാരാകാൻ യോഗ്യന്മാരായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ ദൈവം പറയാ, ഒരുവൻ കാട്ടിലുണ്ട്, അവൻ വന്നെങ്കിലേ അഭിഷേകം നടക്കത്തുള്ളൂ. കാട്ടിലുണ്ട്, അവൻ വന്നെങ്കിലേ തൈലക്കൊമ്പിന് തൈലം ചലിക്കത്തുള്ളൂ. മാനുഷിക ചിന്തകൾ തടസ്സം വെക്കുമ്പോൾ, മാനുഷിക ചിന്തകൾ ഹല്ലേലൂയ പറയുകയാണ്, ഇവൻ രാജാവാകുവാൻ കൊള്ളത്തില്ല കേട്ടോ. എന്നാൽ കർത്താവിന്റെ കണ്ണ് പറയാ, ഇവനെ പോലെ വേറൊരുവനില്ല. എന്റെ മനസ്സറിഞ്ഞവൻ, എന്റെ ഹൃദയം അറിഞ്ഞവൻ. ഹല്ലേലൂയ. അവൻ ഒരുപക്ഷെ കാണുവാൻ വലിയ ചന്തമൊന്നും ഉണ്ടായിരിക്കത്തില്ല, അവൻ ബോഡി സ്റ്റാച്ചർ ഇല്ലാതെയും കർത്താവിന് രാജാവാകുവാനുള്ളത് ഒരു കാര്യം അവന്റെ മേൽ ഉണ്ട്. എന്തോന്നറിയാം? അഭിഷേകം. ഒറ്റ കാര്യമുള്ളൂ ദാവീദിന്റെ കയ്യിൽ, അവന് അഭിഷേകമുണ്ട്. അവൻ കർത്താവിനോട് സംസാരിക്കുന്നവനായിരുന്നു. ഈ രാത്രികാലം നമ്മുടെ പ്രാർത്ഥനകൾ മാറണം. ഈ രാത്രി നമ്മൾ പറയണം, അപ്പ ഞങ്ങൾ നിന്നോട് സംസാരിക്കാൻ തയ്യാറാണ് കേട്ടോ. കർത്താവ് സംസാരിപ്പാൻ വാദിക്ക നിൽക്കുകയാണ്. ഈ രാത്രികാലം ഞാൻ നീ ഒന്ന് തയ്യാറായാൽ, ഞാൻ നീ ഒന്ന് ഒരുക്കപ്പെട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവൻ സംസാരിക്കാൻ വരിക തന്നെ ചെയ്യും. എന്റെ ചോദ്യം ഇതാണ്, കർത്താവെ, നീ ശൗലേ എന്നല്ലേ വിളിച്ചത്? അവന്റെ കൂട്ടത്തിൽ വേറെയും ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ വരുമ്പോൾ നീ ശൗലേ എന്നല്ലേ വിളിച്ചത്? അവന്റെ കൂട്ടത്തിൽ വേറെയും ആൾക്കാരുണ്ടായിരുന്നല്ലേ? ഇതെന്താണ് പറയുന്നത്? കർത്താവിന്റെ വിളി എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. കർത്താവിന്റെ വിളി എന്ന് പറയുന്നത് പേഴ്സണലാണ്. ജോൺസൺ പാസ്റ്റർ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ഒരു ദർശനമായിരുന്നു ഈ സൂം മീറ്റിംഗ്. കർത്താവ് നിങ്ങളോട് മാത്രം പറഞ്ഞൊരു ശബ്ദമായിരുന്നു ഈ സൂം മീറ്റിംഗ്, അല്ലേ? ശൗലേ എന്ന് ശൗലിനെ വിളിച്ചപ്പോൾ അതൊരു പേഴ്സണൽ കോൾ ആയിരുന്നു, അതൊരു വ്യക്തിപരമായ കോൾ ആയിരുന്നു. പക്ഷെ അതിന്റെ എൻഡ് റിസൾട്ട് ഒന്ന് നോക്കിക്കേ. നമ്മുടെ കോളിങ് എപ്പോഴും വ്യക്തിപരമായിരിക്കും, പക്ഷെ എൻഡ് റിസൾട്ട് ഒരു കൂട്ടമായ വിടുതല. എത്രപേർക്ക് മനസ്സിലാവുന്നുണ്ട്? ശൗലേന്ന് വിളിച്ചോളന്ന്, പക്ഷെ വിടിവിച്ചപ്പോഴോ ഒരു ജാതി മുഴുവൻ വിടിവിക്കപ്പെട്ടു. ശൗലേന്നെ വിളിച്ചോളൂ, ഒറ്റ വിളിയ, പേഴ്സണൽ കോളിംഗ്. പക്ഷെ തിമത്തിയോസാ. വിളിച്ചുള്ളെങ്കിലും, വ്യക്തിപരമായിട്ടാണ് വിളിച്ചെങ്കിലും പുറത്തു വന്നത് തിമത്തിയോസും തീത്തോസുമാ. കേട്ട ശബ്ദമായിരിക്കും സൂം മീറ്റിംഗ്, ഒരു പേഴ്സണൽ കോൾ ആയിരിക്കും. എന്നാൽ വിടുതൽ സഭയ്ക്ക് മുഴുവനാ. സംസാരിക്കുന്നു. പറയും, കർത്താവെ, നീ എന്നെ ഒറ്റയ്ക്കാണോ വിളിച്ചത്? നീ എന്നെ ഒറ്റയ്ക്കാണോ വിളിച്ചത്? അതെ, നിന്നെ ഒറ്റയ്ക്കാ വിളിച്ചത്. നിന്നെ ഒറ്റയ്ക്കാ വിളിച്ചത്. കാരണം ഒരു കൂട്ടം രക്ഷിക്കാനുണ്ട്. ഒരു ശൗല് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് മാനസാന്തരപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഹല്ലേലൂയ, ഒരു ജാതി സുവിശേഷം കേൾക്കില്ലായിരുന്നു. ഒരു ശൗല് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് രൂപാന്തരം പ്രാപിച്ചില്ലായിരുന്നെങ്കിൽ സഭയുടെ ചരിത്രത്തിൽ ഇന്നും കർത്താവിനെ പറ്റി ഇത്ര ആഴമായി സംസാരിക്കുന്ന ഒരു ദൈവദാസനെ നമുക്ക് കാണുവാൻ കഴിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കോളിങ്ങിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, കർത്താവിന്റെ ശബ്ദത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കർത്താവിന്റെ ശബ്ദം എപ്പോഴും ഇൻഡിവിജ്വൽ ആയിരിക്കും. നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ എഴുതണം, കർത്താവിന്റെ ശബ്ദം എപ്പോഴും ഇൻഡിവിജ്വൽ ആയിരിക്കും. ഹല്ലേലൂയ. അത്താൽ കർത്താവ് വിളിക്കുമ്പോൾ വ്യക്തിപരമായിട്ടായിരിക്കും വിളിക്കുന്നത്. ഹല്ലേലൂയ. ഈ വിളിയിൽ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്തൊരു നിയോഗമുണ്ട്. ഈ വിളിക്കാത്ത എംബെഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നിയോഗം. ഹല്ലേലൂയ. കർത്താവ് ശൗലിനെ വിളിക്കുമ്പോൾ ഒരു നിയോഗത്തോടു കൂടിയാണ് വിളിക്കുന്നത്. ഒരു നിയോഗമുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഒരു പുറപ്പാടാണ്. ശൗലിനെ വിളിക്കുമ്പോൾ
ഇൻഡിവിജ്വലായിട്ട് വിളിക്കുന്നു, വ്യക്തിപരമായിട്ട് വിളിക്കുന്നു. അവനൊരു നിയോഗം കൈമാറുന്നു. നിയോഗം കൈമാറുന്ന ഒരു പുറപ്പാടിനായിട്ടാ. എന്താ പുറപ്പാട്? ഒരു ജനതയെ മുഴുവൻ കർത്താവിന്റെ സുവിശേഷം കേൾപ്പിക്കുക. ആമേൻ. സ്തോത്രം. Amen. സ്തോത്രം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിഷണറിയായി അവനെ മാറ്റുവാൻ, Amen. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചർച്ച് പ്ലാന്ററായിട്ട് പൗലോസിനെ മാറ്റുവാൻ. Yes. Amen. ഓ റാബ ശബ്ദന. Yes, let the Spirit talk to the people. Oh, Rabba Shabdana, Manal Vedhani, Regal Shabdane, Regal Vedhani. കർത്താവിന്റെ ശബ്ദത്തിന് പ്രത്യേകത. നമ്മുടെ സമയം വേഗത്തിൽ പോകുമല്ലോ. കർത്താവിന്റെ ശബ്ദത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. നീ ഒരിക്കൽ ഈ ശബ്ദം കേട്ടാൽ ഒരിക്കൽ കേട്ടിട്ട് നിന്നു പോകുന്ന ശബ്ദമല്ല അത്. Yes. നീ തുടർച്ചയായി കേൾക്കുന്ന ശബ്ദമായത്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. നിന്നെ തുറുങ്കലിൽ അടച്ചാലും തുറങ്കൽ ഭേദിച്ചുകൊണ്ട് അകത്തു വരുന്ന ഒരു ശബ്ദം. എന്തിനാ? നിന്നെ പ്രാപ്തനാക്കുവാൻ. ഒരു ഫിലോമോന് ലേഖനം എഴുതുവാൻ നിന്നെ പ്രാപ്തനാക്കുവാൻ. തുറങ്കൽ ഭേദിച്ചുകൊണ്ട് വരുന്ന ശബ്ദം വേറൊന്നിനുമല്ല. എഫേസ്യ സഭയ്ക്ക് നീ ലേഖനം എഴുതുവാൻ, നീ ലേഖനം എഴുതുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഇതിന്റെ അകത്ത് ആരോ പറയുന്നുണ്ട്, കർത്താവ് എന്റെ പരിസ്ഥിതിയിൽ നീ ഇറങ്ങി വരുമോ? എന്റെ പരിസ്ഥിതിയിൽ നീ സംസാരിക്കാൻ വരുമോ? ഓ റബാബ ശബ്ദാനി. എന്റെ ചോദ്യം, കർത്താവിന് തുറങ്കൽ മാത്രമേ കണ്ടുള്ളൂ പൗലോസിനോട് സംസാരിപ്പാൻ, അല്ലെ? ദമസ്കോസിന്റെ പടിവാതിൽ മാത്രമേ കണ്ടുള്ളൂ പൗലോസിനോട് സംസാരിപ്പാൻ. നിന്റെ പരിസ്ഥിതി എന്റെ ദൈവത്തിന് പ്രശ്നമല്ല. നിന്റെ പരിസ്ഥിതി എന്റെ ദൈവത്തിന് പ്രശ്നമല്ല. If you are a constant listener, if you are a constant listener to God's word, കർത്താവിന്റെ വചനത്തിന് നീ കാത് കൊടുക്കുന്നവനാണെങ്കിൽ, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ നീ ഒരുക്കമുള്ളവനാണെങ്കിൽ, സംസാരിപ്പാൻ ഇന്നും തയ്യാറാണ്. ഓ റാബ ശംദന. നാലാം വാക്യത്തിൽ നമ്മൾ വേറെ കാണുന്ന എന്താണ്? കർത്താവ് ശൗലിന്റെ പേര് 2 വട്ടം വിളിക്കുന്നു. 1 വട്ടമല്ല വിളിച്ചോട്ടെ, 2 വട്ടം. അതിന്റെ അർത്ഥം എന്താ? വിളിയെ ഉറപ്പിക്കുന്നതാ. ശൗലെ, നിന്റെ വിളിയെ 1 പ്രാവശ്യം വിളിച്ചാൽ പോരെ ശൗലെന്ന്. എന്തായാലും വെട്ടമടിച്ച് കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയി ഇങ്ങനെ നിൽക്കുമല്ലേ? ഒറ്റ വിളി വിളിച്ചാൽ പോരെ ശൗലെന്ന്? ഇല്ല, 2 വിളി. ശൗലെ ശൗലെ. എവിടെ നമ്മൾ വേറെ ഇത് കാണുന്നത്? മോശേ മോശേ. പഴയ നിയമത്തിൽ ഒരു മോശയെ ദൈവം വിളിച്ചു. അത് ഒരു ഇൻഡിവിജ്വൽ കോളിംഗ് ആയിരുന്നു കേട്ടോ. മോശെ ദൈവത്തിന് വേണമെങ്കിൽ ഭറവോന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ വിളിക്കുമായിരുന്നു മോശേ മോശേ എന്ന്. വിളിച്ചില്ല. മുൾപ്പടപ്പിന്റെ ഫ്രണ്ടിൽ നിന്നപ്പോഴാണ് വിളിച്ചത്. 2 തവണ വിളിച്ചു, മോശേ മോശേ. അവന്റെ വിളിയും ഇൻഡിവിജ്വൽ വിളിയായിരുന്നു. പക്ഷേ അവന്റെ നിയോഗം എന്ന് പറയുന്നത് ഒരു ജനത്തെ മുഴുവൻ ഒരു പുറപ്പാടിലേക്ക് നയിക്കുക എന്നുള്ളത്. ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഹല്ലേലൂയ സ്ലേവറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അടിമ നുകത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു മോശയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവശബ്ദം കേൾക്കുന്ന, ദൈവത്തോട് സ്ഥിരമായി സംസാരിക്കുന്ന ഒരു മോശയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ ഒരു ഇസ്രായേൽ ജനത്തെ പുറത്തോട്ട് കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 22:9 നമ്മൾ ഇങ്ങനെ കാണുന്നു. Let me read it for you. 22:9 നമ്മൾ ഇങ്ങനെ കാണുന്നു. എന്നോട് കൂടിയുള്ളവർ വെളിച്ചം കണ്ടു, എങ്കിലും എന്നോട് സംസാരിക്കുന്നതിന്റെ ശബ്ദം കേട്ടില്ല. എന്നോട് കൂടിയുള്ളവൻ വെളിച്ചം കണ്ടു, പക്ഷെ എന്നോട് സംസാരിക്കുന്നതിന്റെ ശബ്ദം കേട്ടില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ദൈവദാസന്മാർക്ക് 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മളിങ്ങനെ ചിന്തിക്കും, ഇവരെന്തിനത് വെക്കുന്നത്? അവരൊരു ശബ്ദം കേട്ടുകൊണ്ട്. നമ്മൾ വെളിച്ചം മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ വെളിച്ചം മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ശബ്ദം കേട്ട ഒരു പൗലോസ് ഉണ്ട്, ശബ്ദം കേട്ട ഒരു ശൗലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ ഇതിനെപ്പറ്റി ആഴമായി പഠിച്ചപ്പോൾ ചിന്തിച്ചു, കർത്താവ് നീ അത് നിന്റെ എന്തായാലും നീ വെളിച്ചം കാണിച്ചല്ലോ, എന്തായാലും നീ വെളിച്ചം കാണിച്ചല്ലോ. ആ ശബ്ദം കൂടെ ആ ജനത്തിനൊന്ന് കേൾപ്പിച്ചുകൂടായിരുന്നു? അവന്റെ കൂടെയുള്ള വ്യക്തിത്വങ്ങൾക്ക് ആ ശബ്ദം കൂടെ ഒന്ന് കേൾപ്പിച്ചുകൂടായിരുന്നു? ഇല്ല. നിന്റെ വിളി എപ്പോഴും പേഴ്സണലാ. നിന്റെ വിളി എപ്പോഴും വ്യക്തിപരമായ ഒരു വിളിയാണ്. ഹല്ലേലൂയ. നിന്റെ വിളി എപ്പോഴും വ്യക്തിപരമാണ് കേട്ടോ. പരിശുദ്ധാത്മാവ് വീണ്ടും എംഫസൈസ് ചെയ്യാൻ പറയും, നിന്റെ വിളി എപ്പോഴും വ്യക്തിപരമാണ്.
പക്ഷെ വ്യക്തിപരമായി വിളിക്കാത്തൊരു കൂട്ടമായ വിടുതലുണ്ട്. Amen. അത് മനസ്സിലാക്കണം. നീ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ശബ്ദം കേട്ട് വന്നവളായിരിക്കാം. നിന്റെ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ശബ്ദം കേട്ട് വന്നവളായിരിക്കാം. ആ ശബ്ദത്തിൽ നീ സംശയിക്കരുത്. ആ ശബ്ദത്തിൽ നീ സംശയിക്കരുത്. ഒരു കൂട്ടമായ വിടുതലിന് വേണ്ടിയാ, ഒരു വിടുതലിന് വേണ്ടിയാ. അത് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. സമയം വേഗത്തിൽ പോകുന്നല്ലോ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. പൗലോസ് ശൗലിനെ ശൗലേ ശൗലേ എന്ന് വിളിച്ചപ്പോൾ ശൗലിന് മനസ്സിലായി ആരാ വിളിച്ചതെന്ന് കേട്ടോ. പക്ഷെ വചനത്തിനകത്ത് പറയുന്നത് ശൗലേ ശൗലേ എന്ന് വിളിക്കുമ്പോൾ അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശം എന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണ്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നീ ആരാകുന്നു കർത്താവേ? ഹു ആർ യു ലോർഡ്? കൂറിയോസ് അല്ലെ ഗ്രീക്ക് പദത്തിൽ കൂറിയോസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ യഹൂദനെ അഡ്രസ് ചെയ്യുന്ന രീതി അങ്ങനെ ആയിരിക്കാം. പക്ഷെ എൻ്റെ ഭാവനയിൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, ശൗലിന് മനസ്സിലായി ഒരിക്കൽ ഞാൻ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉപദ്രവിക്കുന്ന കർത്താവിനാൽ മാത്രമേ ഉള്ളൂ. എങ്ങനെ മനസ്സിലായി? ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന ചോദിച്ചിട്ട് ഞാൻ യേശുവാകുന്നു പറഞ്ഞിട്ട് ശൗൽ പിന്നെ തിരിച്ചൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. ശൗൽ അതോടെ അവിടെ ഒരു മ്യൂട്ടായി പോവുകയാണ് അല്ലെ. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാ കർത്താവേ? ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാ ഞാൻ. പൗലോസേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലേ? അത് കഴിഞ്ഞിട്ട് എനിക്ക് യേശുവിനോട് ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലേ? ഇല്ല. കാരണം ശൗലിന് അറിയാമായിരുന്നു ഒരിക്കൽ ഞാൻ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതെന്റെ കർത്താവിനാൽ മാത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതെന്റെ കർത്താവിനാൽ മാത്രം. വേറെ ശബ്ദം കേട്ടത് വേറെ ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. നമ്മളൊരു ശബ്ദം കേൾക്കുന്നത് കണ്ടു അല്ലെ. ശൗൽ ഒരു ശബ്ദം കേൾക്കുന്നു, മോശ ഒരു ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. ഇനി ഒരു ഏലിയാവുണ്ട് ശബ്ദം കേൾക്കുന്ന ഏലിയാവ് ശബ്ദം കേൾക്കുന്ന ഇവിടെ പറയാം ചൂരച്ചിരിയുടെ കീഴിൽ വേറൊരിടത്തും അല്ല കേട്ടോ. നമ്മളെപ്പോഴും പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും മരുഭൂമിയാണല്ലോ കർത്താവേ. എന്താണ് എപ്പോഴും ഇങ്ങനെ വേദന? എന്താണ് എപ്പോഴും ഇങ്ങനെ കഷ്ടം? എൻ്റെ ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. മരുഭൂമിയിൽ സംസാരിക്കുന്ന ഒരു ദൈവം, മുഖത്ത് സംസാരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കഷ്ടമല്ല എന്നും സുഖമായിരുന്നെങ്കിൽ ദൈവത്തിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. നിന്റെ ജീവിതത്തിൽ മരുഭൂമിയില്ല, എന്നും നേർവീതി മാത്രമായിരുന്നെങ്കിൽ ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. എന്നാൽ കഷ്ടതയുടെ മുഖത്തും എന്നാൽ കഷ്ടത തുറമുഖത്തും വന്ന് സംസാരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിന്റെ ചാർച്ചക്കാർ ഒരുപക്ഷെ നിന്നെ പറഞ്ഞേക്കാം, നിന്നെ കുറ്റം വിധിച്ചേക്കാം. നമുക്ക് ഇയ്യോബ് കഷ്ടത കൂടെ പോയപ്പോൾ അവന്റെ ചാർച്ചക്കാർ വന്ന് അവനെ കുറ്റം വിധിക്കുകയാണ്. നമ്മൾ പാടിയതുപോലെ ഉറ്റവർ സ്നേഹിതർ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഹല്ലേലൂയ ഹല്ലേലൂയ ആ മരുഭൂമിയുടെ മധ്യത്തിലും നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന അവന്റെ സ്നേഹം ഒന്ന് ഓർത്തെ. ആ മരുഭൂമിയുടെ മധ്യത്തിലും എന്റെ ചോദ്യം, കർത്താവ് സംസാരിപ്പാൻ വേറെ എന്തൊക്കെ അവസരമുണ്ട്? ഞാൻ സന്തോഷത്തിലിരിക്കുമ്പോൾ നിനക്കൊന്ന് സംസാരിച്ചുകൂടായോ? എന്റെ മുഖത്ത് ചിരിയുള്ളപ്പോൾ നിനക്കൊന്ന് സംസാരിച്ചുകൂടായോ? അവിടെ ദൈവം സംസാരിക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, അവിടെയും ദൈവം സംസാരിക്കും. പക്ഷെ നിന്റെ മരുഭൂമിയുടെ നടുവിൽ നീ കേൾക്കുന്ന ശബ്ദമുണ്ടല്ലോ, ഭയങ്കര ശബ്ദമാണ്. അതൊരു നിയോഗത്തോടു കൂടി വരുന്ന ശബ്ദമാണ്. അതൊരു എക്സോഡസോട് കൂടി വരുന്ന ശബ്ദമാണ്. മരുഭൂമിയുടെ നടുവിൽ നീ കേൾക്കുന്ന ശബ്ദം നിന്നെ പണിയുവാൻ വേണ്ടിയുള്ള ശബ്ദമാണ്. ശൗലേ നീ ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് കേട്ട ശബ്ദം നിന്നെ തകർക്കുവാൻ വേണ്ടിയുള്ള ശബ്ദമല്ല. നീ ഒരുപക്ഷെ എന്റെ ദൈവത്തെ ഒത്തിരി ഉപദ്രവിച്ചവനല്ലേ, നിന്നെ തകർത്ത് കളയാമായിരുന്നു അവിടെ വെച്ച്. എന്നാൽ തകർക്കുവാൻ വേണ്ടി നിന്നെ കേൾപ്പിച്ച ശബ്ദമല്ല ദമസ്കോസിന് മുമ്പിലെ ശബ്ദം. എനിക്ക് നിന്നെ കൊണ്ട് കുറച്ച് പണിയുണ്ട്, ഇവൻ എന്റെ പാത്രമാണെന്ന് അനന്യാസിനോട് പറയുന്നത്. ഞാനതാ പറഞ്ഞു, ഈ ലേഖനം, ഈ ഒരു അധ്യായം എന്ന് പറയുന്ന കർത്താവ് ലൈവായിട്ട് സംസാരിക്കുന്ന അധ്യായമാണ്. കർത്താവ് ദമസ്കോസ് വെച്ച് ശൗലിനോട് സംസാരിക്കുന്നു, അതിനുശേഷം അനന്യാസിനോട് സംസാരിക്കുന്നു. ഈ സെയിം അധ്യായത്തിൽ തന്നെ ലൈവായിട്ട് സംസാരിക്കുന്ന ഒരു ദൈവം അനന്യാസിനോട് പറയുകയാണ്, നീ അവനെ പോയി അഭിഷേകം ചെയ്യണം. അല്ലോട് എന്തിനാ? അനന്യാസം ചോദ്യമുണ്ട്, കർത്താവ് എന്തിന് ഞാൻ പോകണം? നിന്റെ ജനത്തെ ഇത്രയധികം നിഷ്ഠൂരമായി പീഡിപ്പിച്ച വേറെ വ്യക്തിയിലൂടെ ഞാൻ എന്തിനു പോകണം?
ഹല്ലേലൂയ. അനന്യാസിനോട് കർത്താവ് പറയും, എനിക്ക് ഇവനെ കൊണ്ടൊരു ആവശ്യമുണ്ടെന്ന്. ആമേൻ. ഞാൻ കണ്ടുവച്ചൊരു പാത്രമാവൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കണ്ടുവച്ചൊരു പാത്രമാവൻ. സ്തോത്രം. പലപ്പോഴും കർത്താവിന്റെ നോട്ടം പോലും മനസ്സിലാകത്തില്ല. വേറെ ആരെയൊക്കെ കർത്താവിന് നേടാമായിരുന്നല്ലേ? എന്തുകൊണ്ട് കർത്താവ് ഗമാലിയേലിനെ നേടിയില്ല? സ്തോത്രം. എന്തുകൊണ്ട് ഗമാലിയേലിനോട് സംസാരിച്ചില്ല? ഒന്നുമില്ലെങ്കിൽ പൗലോസിനെ പഠിപ്പിച്ച ആളല്ലേ? എന്തുകൊണ്ട് ഗമാലിയേലിനെ നേടിയില്ല? കർത്താവിനറിയും, ഒരു പൗലോസ് വന്നെങ്കിൽ ഒരു തിമത്തിയോസ് എഴുന്നേൽക്കത്തുള്ളൂ, ഒരു പൗലോസ് വന്നെങ്കിൽ ഒരു തീത്തോസ് എഴുന്നേൽക്കത്തുള്ളൂ, ഒരു പൗലോസ് വന്നെങ്കിലേ ക്രിസ്തുവിന്റെ സഭ സുവിശേഷം കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവ് നീ ചൂരച്ചെടിയുടെ നടുവിലായിരുന്നാലും, അവിടെയും നിന്നെ ദൈവശബ്ദം കേൾപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെയും സംസാരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എന്തിനാ നിന്നോട് സംസാരിക്കുന്നത്? സാരാപത്തിൽ നിനക്ക് വേണ്ടി എന്തോ ഒരുക്കിയിട്ട്. ചൂരച്ചെടിയുടെ നടുവിൽ നിനക്ക് അവനൊന്നും ഒരുക്കിയിട്ടില്ല കേട്ടോ, പക്ഷെ ഒരുക്കമുള്ളത് സാരാഭാത്തില. അവനോട് സംസാരിച്ചു, ഏലി അവനോട് ഒറ്റയ്ക്ക് സംസാരിച്ചു. ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാർ 450 പേരും നിരന്നു നിൽക്കുമ്പോൾ ദൈവ ശബ്ദം കേൾക്കുന്ന ഒറ്റ ഏലിയാവേ ഉള്ളെങ്കിലും അവിടെയും അയക്കുവാൻ ദൈവ ശക്തനാണ്. സാഹചര്യത്തിന്റെ മധ്യത്തിൽ സകലരും നിന്നെ വിട്ടുപോയപ്പോൾ ഒരു ഏലിയാവ് ശേഷിച്ചതുപോലെ ഒറ്റ ശേഷിപ്പായിട്ട് നിൽക്കുകയാണോ? അവിടെയും നിന്റെ ദൈവം തീയിറക്കുവാൻ ശക്തനാണ് കേട്ടോ. യാഗപീഠത്തിന്റെ മേൽ അവിടെയും എന്റെ ദൈവം തീയിറക്കുവാൻ ശക്തനാണ്. എന്തിനാ ദൈവം യാഗപീഠത്തിന് മേൽ തീയിറക്കിയത്? ഇത് ഏലിയാവിനോട് മാത്രമുള്ള കോളിംഗ് അല്ലായിരുന്നു, ഒരു വ്യക്തിപരമായ കോളിംഗ് അല്ലായിരുന്നു. അല്ല, ഇത് ബാലിന് വേണ്ടി, ബാലിനെ ആരാധിക്കുന്ന ഒരു ജനത്തെ തിരിച്ച് എന്റെ പക്കലേക്ക് കൊണ്ടുവരുവാൻ, ബാലിനെ സേവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഒരു ഏലിയാവിനോട് തിരിച്ച് യഹോവയെങ്കിലേക്ക് കൊണ്ടുവരുവാൻ വ്യക്തിപരമായി ഏലിയാവിനെ വിളിക്കുന്നു. ഈ രാത്രികാലം എനിക്കറിയില്ല മെസ്സേജ് എങ്ങോട്ട് പോകുന്നെന്ന്. പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ ആത്മാവ് സൂം ലൈനിൽ കയറിയിരിക്കുന്ന 44 പാർട്ടിസിപ്പൻസിനോട് സംസാരിക്കുന്നുണ്ട്. 44 പേരോട് സംസാരിക്കുകയാണ്. ഈ രാത്രികാലം നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും കർത്താവിന്റെ ശബ്ദത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തോ, സമയം പോയല്ലോ. കർത്താവിന്റെ ശബ്ദത്തെ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല നമുക്ക്? നോക്കിയേ, 10-ാം വാക്യത്തിൽ 9:10 നമ്മൾ വായിച്ച അധ്യായത്തിൽ 9:10 എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ഡെമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചതിന് കർത്താവെ അടിയനീത എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. വ്യത്യാസം മനസ്സിലായോ? ഡെമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ശൗലിനെ വിളിച്ചതാ അല്ലെ? ശൗലെ ചൊല്ലും, നീ ആരാ കർത്താവേ? ശൗലിന്റെ റെസ്പോൺസാ, നീ ആരാ കർത്താവേ? എന്നാൽ സ്ഥിരവും കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന, എല്ലാ ദിവസവും കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന അനന്യാസിന്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയാമോ? അടിയനിത. അടിയനിത. എന്റെ ചോദ്യം, അനന്യാസെ, നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ വേറെ ആരെങ്കിലും വിളിച്ചുകൂടായിരുന്നു? നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും അനന്യാസം ഒന്ന് വിളിച്ചപ്പോഴായിരുന്നു? ഇല്ല, അവൻ പറയും, എന്നെ പേർ ചൊല്ലി വിളിക്കുന്നതിന് ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ ദർശനത്തിൽ കാണുന്ന എന്റെ കർത്താവാ. ആ ഒറ്റ റെസ്പോൺസിൽ, ആ ഒറ്റ അടിയനിത എന്ന് പറയുന്ന റെസ്പോൺസിൽ ഒരു പൗലോസിനെ അഭിഷേകം ചെയ്യുവാൻ ഒരു അനന്യാസിനെ ദൈവം ഒരുക്കി. ദൈവ ശബ്ദത്തിന് ചെവി കൊടുത്ത് ദൈവ ശബ്ദത്തിന് അനുസരിച്ചപ്പോൾ ഒരു പൗലോസിനെ അഭിഷേകം ചെയ്തു. ഒരു ശൗലിനെ, ഇങ്ങനെ പറയും, ഒരു ശൗലിനെ അഭിഷേകം ചെയ്തു ഒരു പൗലോസാക്കി മാറ്റുന്ന ഒരു വലിയ നിയോഗം ഒരു അനന്യാസിന്റെ മേൽ കൈമാറി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാനും നീയും പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ഞാനും നീയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവനാണെങ്കിൽ എന്റെ ദൈവത്തിന് ചില നിയോഗങ്ങൾ കൈമാറുവാനുണ്ട്. ചെറിയ നിയോഗമൊന്നുമല്ല കേട്ടോ, അത് വലിയ നിയോഗമാണ്. ശൗലിനെ പോലുള്ളവരെ പൗലോസുമാരാക്കുവാനുള്ള നിയോഗം. ആ ഒരു
കൂടിക്കാഴ്ചയ്ക്കായി എൻ്റെ കർത്താവുമായി ഈ രാത്രികാലം ഞാൻ കണ്ടുമുട്ടും. ആ ഒരു കൂടിക്കാഴ്ചയ്ക്കായി ഒരുക്കമുള്ള ഹൃദയത്തോടെ എത്ര പേർ ആയിരിക്കുന്നുണ്ട്? ഈ രാത്രികാലം ഞാൻ നീയും ഒരുക്കത്തോടു കൂടെ ആയിരിക്കുന്നുവെങ്കിൽ സംസാരിക്കുവാൻ എൻ്റെ ദൈവം ഇന്നും ശക്തനാണ്. സംസാരിപ്പാൻ എൻ്റെ ദൈവം ഇന്നും വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ജോൺസൺ പാസ്റ്റർ ഒറ്റയ്ക്ക് കേട്ട ശബ്ദമായിരിക്കും സഭ എന്ന ദൂത്. എന്നാൽ വിടുതൽ മുഴുവൻ ആൾക്കാർക്കും ഉള്ളതാണ് കേട്ടോ. നിന്റെ കോളിംഗ് ഒറ്റയ്ക്കാണെങ്കിലും വിടുതൽ ഒരു ലോകത്തിന് മുഴുവൻ ഉള്ളതാണ്. വിടുതൽ നിന്റെ കൂട്ടുകാർക്കൂടെ വേണ്ടിയുള്ളതാണ്. നിന്റെ ചാർച്ചക്കാർക്കൂടെ വേണ്ടിയുള്ളതാണ് വിടുതൽ. രാത്രികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. അടുത്ത 10 മിനിറ്റ് അല്ലെങ്കിൽ അടുത്ത 5 മിനിറ്റ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ കണ്ണുകളെല്ലാം അടച്ച് ഈ രാത്രികാലം നിങ്ങൾ ആയിരിക്കുന്ന മുറികളിൽ, ഹല്ലേലൂയ, നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും, ഇഫ് യു ആർ ഡ്രൈവിംഗ്, ഇഫ് യു ആർ ലിസണിംഗ് ടു മീ ഓൺ യൂട്യൂബ് ഓർ സൂം, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ കൂടെ ശ്രദ്ധിച്ചാലും ഞങ്ങൾക്ക് ഒന്നേ വിളിച്ചു പറയാനുള്ളൂ: ഞങ്ങൾ സേവിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നു. ഞങ്ങൾ സേവിക്കുന്ന യേശു ഇന്നും സംസാരിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹോ റാബാ ശംദന റഗൽ മനാദിയ ചൂരെ വേദേ ഹസ്തേ റഗൽ ശംദാനിയ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഒരുമിച്ച് അടുത്തു വരുന്നപ്പ, കല്യാണിലെ ഞങ്ങളുടെ ചർച്ചിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടം ജനം അതിൽ നിന്ന് പുറത്തെഴുന്നേറ്റ് വരട്ടെ അപ്പ. റിവൈവലിന് ഹോ റാബാ ശംദന റഗൽ മനാദിയ. ഉണർവിന് ഫോറണ്ണേഴ്സായി കുറച്ച് യുവാക്കന്മാർ ഈ ചർച്ചിൽ നിന്ന് എഴുന്നേൽക്കട്ടപ്പ. കർത്താവ്, ഇനിയും മഹാരാഷ്ട്രയിൽ ഒരു ഉണർവുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചർച്ചയ്ക്കൂടെ ആയിരിക്കണമേ. ഈ മഹാരാഷ്ട്രയിൽ ഒരു ഉണർവുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ചുക്കാൻ പിടിക്കുവാൻ ഞങ്ങളുടെ തലമുറകൾ ഉണ്ടായിരിക്കണമേ. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമോ? ഈ രാത്രികാലം നിന്റെ പ്രാർത്ഥന അതായി മാറട്ടെ. കർത്താവ്, എൻ്റെ തലമുറ ഇനിയൊരു ഉണർവുണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ തലമുറ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു റണ്ണറായിട്ട് ഓടുവാൻ, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു റണ്ണറായിട്ട് നിൽക്കുവാൻ എൻ്റെ തലമുറയെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ, അങ്ങയുടെ നാമത്തിൽ ഈ ചർച്ചിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ റിവൈവൽ ഈ ചർച്ചിൽ നിന്ന് പൊട്ടി പുറപ്പെടുമെന്ന് ഞാൻ പ്രവചിക്കുന്നു. ഒരു വലിയ റിവൈവൽ ഈ ചർച്ചിൽ നിന്ന് പുറത്തേക്ക് വരും ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേക വർഷിപ്പ് ലീഡേഴ്സ് ഈ ചർച്ചിൽ നിന്ന് പുറത്തോട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ. അങ്ങയുടെ വചനം പ്രസംഗിക്കുന്ന അനേകർ ഈ ചർച്ചിൽ നിന്ന് പുറത്തു വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ. ഞങ്ങൾ അതിനെ പ്രാർത്ഥിക്കുന്നപ്പ. നീ ഞങ്ങളെ ഒറ്റയ്ക്ക് വിളിച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. Oh, there's an individual calling, Father. You called us personally, അപ്പ. ഞങ്ങളെ പേഴ്സണലായിട്ട് വിളിച്ചാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. But we believe that the outcome, Father, the outcome എന്ന് പറയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടമായ ഒരു വിടുതലിനായിട്ടാണ്. കൂട്ടമായ ഒരു വിടുതലിനായിട്ട്. Yes. റാബാനിയ ശംദാനിയ റഗൽ മനാദിയ ദീശൽ ഹസ്താനിയ. ഒരു കൂട്ടമായി മടങ്ങി വരുവാനായി കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദത്തോട് പ്രതികരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ വിളിച്ചു കഴിഞ്ഞാൽ അടിയൻ ഇതാ എന്ന് ഒരു മടിയും കൂടെ അത് പറയുന്ന അനന്യാസുമാരാക്കി നീ ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദം കേൾക്കുമ്പോൾ മറുതലിക്കാതെ, ഹല്ലേലൂയ, നീ സാരാബാത്തിലോട്ട് പോകുവാൻ പറഞ്ഞാൽ സാരാബാത്തിലോട്ട് പോകുവാൻ ഉള്ള ഒരു കോൺഫിഡൻസ് ഉള്ള തലമുറയാക്കി ഞങ്ങളെ മാറ്റണമെന്ന് പക്ഷെ പ്രത്യാശ നൽകുന്ന ഒന്നും കാണത്തില്ല. സാരാബാത്ത് പ്രത്യാശ നൽകുന്ന ഒന്നും കാണത്തില്ല. എന്നാൽ എൻ്റെ നാഥന്റെ വാക്കൊന്നു പോരായോ? അങ്ങനെ പറയുന്ന ഒരു തലമുറ. എൻ്റെ നാഥന്റെ വാക്കൊന്നു പോരായോ? ഹല്ലേലൂയ, അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു തലമുറ എഴുന്നേൽക്കണം. അങ്ങനെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ അപ്പ. ഈ ദിവസങ്ങളിൽ അതിനായിട്ടൊരു പണി നീ ചെയ്യുന്നുവല്ലോ, അതിനായിട്ട് ഫൗണ്ടേഷൻ ഇടുന്നല്ലോ അപ്പ. അങ്ങനെ ഒരു തലമുറ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പുറപ്പെടട്ടെ. നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സഭയോട് പറഞ്ഞത്. നീ നിന്റെ സാക്ഷികൾ, നീയും സഭയും അതിന്റെ സാക്ഷികളപ്പ. ഈ ദിവസം വചനം കേട്ടിട്ട് കർത്താവേ, അതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ജനത്തെ നീ തയ്യാറാക്കിയാൽ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ കിടപ്പെട്ട സകല വിഷയങ്ങളെ അപ്പച്ചന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ജീവനർപ്പിച്ച അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ യാചിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. ഇത്രയും നേരം എന്നെ ശ്രവിച്ച ഏവരോടുമുള്ള നന്ദി ഞാൻ ഈ ധരണത്തിൽ അറിയൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും
എൻ്റെ പഠനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാനിവിടെ ഒരു സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന് വചനം പഠിപ്പാനും നിങ്ങളോട് വീണ്ടും സംസാരിപ്പാനും കർത്താവിനെ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കണം. സമയം അനുവദിച്ച ദേവദാസനോട് സഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നേരുന്നുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മുടെ ശുശ്രൂഷയുടെ ഈ 315 ദിവസത്തിൽ നമ്മുടെ മധ്യ കടന്നു വരികയാണ്. ക്ഷണം സ്വീകരിച്ച് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിന് വെളിപ്പാട് വളരെ ആത്മനിറവോടെ അഭിഷേകത്തോടെ ഇന്ന് രാത്രി സംസാരിച്ച കൈമാറി ചെയ്ത പ്രിയ ബോസ് മാത്രം നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഒട്ടതിശുദ്ധിയോടെ അത് പറയട്ടെ. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഹദരാസോട് സംസാരിക്കുകയായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു മാറ്റമില്ലാത്ത രീതിയിൽ ഹല്ലേലൂയ വ്യക്തതയോടെ ദൈവത്തിന്റെ ആത്മാവത്തിൽ സംസാരം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. ദൈവം പിന്നെയും അനുഗ്രഹയുടെ തന്റെ ശുശ്രൂഷകൾ തന്റെ പഠനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാവെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ദൈവ മക്കളെ കേൾക്കപ്പെട്ട ദൈവവചനത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടച്ച ദയവായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മെ ഒറ്റയ്ക്ക് വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുണ്ട്. നമ്മുടെ അനുകൂലമായ സാഹചര്യത്തിൽ അല്ല ദൈവം നമ്മൾ ഇടപെടുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചോദിക്കുക, എന്താ കർത്താവ് ഇങ്ങനെ എന്റെ പ്രതികൂലത്തിൽ ഞാൻ കടന്നു പോകുന്നത്, എന്റെ മരുഭൂമി അനുഭവം, എന്റെ ഒറ്റപ്പെട്ട ജീവിതം, കഷ്ടതയുടെയും നിരാശയുടെ ജീവിതത്തിലാണ് ദൈവമേ എന്നെ എന്തിനാ നീ ആക്കി നാം ചോദിക്കുമ്പോൾ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. നമ്മെ അവിടെ ആ സ്ഥാനത്ത് ആ പ്രതികൂല നടുവിൽ ഒറ്റപ്പെടാൻ സാഹചര്യങ്ങളിൽ നമ്മെ നിർത്തിന് പിന്നിൽ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഹല്ലേലൂയ നമ്മെ വ്യക്തിപരമായി വിളിച്ച് സ്തോത്രഫലം ഒരു കൂട്ടത്തിന് വിടുതലിന് വേണ്ടി, ഒരു സമൂഹത്തിന് പുറപ്പാടിന് വേണ്ടി ദൈവമേ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദമസ്കോസിന്റെ പടിവാതിക്കലിൽ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് ഹല്ലേലൂയ മറ്റുള്ളവർ എല്ലാവരും വെളിച്ചം കണ്ടു. ഈ ശബ്ദം കേട്ടത് സൗൽ മാത്രമാണ്. ഹല്ലേലൂയ. അവിടെ തിരഞ്ഞെടുത്തു. ദൈവം തന്നെ കുറിച്ച് പറയുന്നത് അവൻ എനിക്ക് വേണ്ടി ഓടുന്നൊരു മാനപാത്രമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള പൗലോസിന്റെ ജീവിതയാത്രകൾ അത് നമുക്കറിയാം. ശ്രേഷ്ഠതയോടെ ദൈവത്തിന് വേണ്ടി അന്ത്യം വരെയും എരിഞ്ഞടങ്ങുന്ന ഒരു തീനാളമായി പൗലോസിന്റെ ചരിത്രം കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കേട്ട ദൈവിക ശബ്ദങ്ങൾ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ജീവിതം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിനായി സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ വാക്കുകൾ ഹല്ലേലൂയ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം എല്ലാം ചപ്പത് ചവർന്നിടുകയാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലേക്ക് ക്രിസ്തു യേശുവിന്റെ പരമവിലാക്കിലേക്ക് ഞാൻ ഓടുന്നു. എനിക്ക് അവനെ അറിയണം. അവന്റെ കഷ്ടാനുഭവ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചിരണം. അതെ ഹല്ലേലൂയ. താൻ കേട്ട ദമസ്കോസിൽ വെച്ച് പടിവാതിൽ കേട്ട ദൈവിക ശബ്ദങ്ങളുടെ ആഴങ്ങളിലേക്ക് പൗലോസ് ഇറങ്ങുകയായിരുന്നു. പൗലോസിനോട് ദൈവം സംസാരിച്ചത് അനുകൂലമായ സാഹചര്യമായിരുന്നില്ല. ഹല്ലേലൂയ. കാരാഗ്രഹ നടുവിൽ, ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിലാണ് ദൈവം സംസാരിടയാത്തുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളെ ദൈവത്തിൽ നമ്മോട് ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ചില സംസാരിപ്പാനുണ്ട്. അവൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് കൃത്യമായി സംസാരിക്കുന്ന ദൈവവചനം പഠിപ്പിക്കുന്നത്. ആകയാൽ രാത്രി ദൈവശബ്ദങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഒറ്റ വാക്കിൽ അടിയനീതാഴ്ന്ന് പറയുന്ന അനന്യാസന്മാരെ പോലെ ദൈവം അനുസരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, അടിയനീതാഴ്ന്ന് പറയുവാൻ രാത്രി നമ്മെ സമർപ്പിക്കുകയാകണം. ദൈവശബ്ദം കേൾക്കുമ്പോൾ, പേര് വിളിക്കുമ്പോൾ അടിയനീതാ ഹിയർ ആം മൈ ലോർഡ് എന്ന് പൂർണ്ണ സമർപ്പണത്തോടെ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തി ജീവിതമായി തീരുകയാകട്ടെ. വലിയ മാറ്റം, ഒരു വലിയ രൂപാന്തരം നമ്മൾ സംഭവിക്കട്ടെ. കേവലം ഏത് അനക്കങ്ങളോ ശബ്ദമല്ല, ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു ദൈവിക ആത്മാവിന്റെ വ്യാപാര ശക്തി നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായി, ചിന്തകൾക്ക് അപ്പുറമായി, നാം പഠിച്ചു വെച്ചതിന് അപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ദൈവങ്ങളെ കേൾപ്പിക്കാം. കേൾക്കുന്നവരെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പ്രാർത്ഥന കടന്നു പോകാം. നമ്മെ സമർപ്പിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയ ബിജു ദയവായി ശബ്ദമുയർത്തി ഈ രാത്രികാലം കേൾക്കപ്പെട്ട ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനെ ഓർത്തുകൊണ്ടും തന്റെ ശുശ്രൂഷ ഓർത്തുകൊണ്ടും തുടർന്നുള്ള പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രിയ ബിജു ഗോവയിൽ നമ്മൾ ജോയിൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. Hallelujah. 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 Praise the Lord.
Praise the Lord. This evening we exalt your name and we say thank you for this wonderful time, Lord. Thank you for your presence in our midst. Hallelujah, Lord. It's your presence that makes the difference. Hallelujah, Lord. Yes. Lord, we thank you, Lord. Thank you for speaking to us straight into our heart. Thank you, Lord. We have heard you speak to each and every one of us, Lord. Yes, Lord, we want to exalt your name and we want to say thank you, Lord. Thank you for the speaker. Thank you for Brother Matthew, Lord. Continue to bless him and bless his ministry. Hallelujah, Lord. Thank you, Lord, for the word that he unveiled into our life. Hallelujah. 2 questions, as Paul asked, who are you? What do you want me to do for you, Lord? 2 questions, and after that there was no looking back, Lord. He ended by saying 3 things. I have fought the good fight. I have finished my race. I have kept the faith. Lord, what an amazing testimony. He said, who are you, Lord? What do you want me to do for you? And when he had an encounter, he didn't remain as he went into the transformation mode. He was transformed, Lord. He didn't remain in the converted form. He was transformed. And he said, I finished the race, Lord. I have kept the faith. Because I die every day. I die to my flesh. I die to sin. I die every day, Lord. Thank you so much, Lord, for this time, Lord. Thank you, Lord. Help us to be transformed, each and every one of us, Lord. Help us to live a transformed life, Lord. Who are you, Lord? Here I am, Lord. In one accord, we lift our hand and we say, here I am, Lord. What do you want me to do for you, Lord? What is your calling? You have called each and every one of us specifically for a plan, for a purpose to turn the world upside down, Lord. We pray, Lord, here I am, Lord. What is it that you want me to do for you, Lord? Lord, Yes. you thank you, Lord, that you have called us personally, Lord. And it is personal. I don't want to stay in the light alone, Lord. I want to hear you speak to me, Lord. I don't want to only see the light. I want to hear you speak to me personally, Lord. Every day, Lord. When I come into your presence, Lord, you speak to us, Lord. Oh, Thank you, Lord, for this wonderful platform, Lord. Oh, thank you, Lord. Thank you, Lord. He said, I move on for that imperishable crown, Lord. I don't turn back, Lord. Yes, Lord, thank you. There is so much of a learning from the transformed Paul, Lord, from Saul to Paul, how he was transformed, Lord. He transformed not only himself, he transformed his colleagues, he transformed the world, he transformed everything, Lord. Sitting in the prison, he said, rejoice, rejoice always, Lord. What an amazing testimony, hallelujah, Lord. Lord, enable us to live like Paul, Lord. Learn from him. Be the light in this dark world, Lord. Lord, shining always for the kingdom of God and glorifying my Father in heaven through my acts, through my deeds, through all that I do, Lord. Let my Father be glorified in all that I do, Lord. Once again, I thank you for the 315th meeting, Lord. Again, your amazing grace, Lord. Your amazing hand behind this that moved so that we could do 315 meetings, and there is more to come, Lord. As you guide us and lead us, Lord, enable us to grow and grow and grow, adding more people to the kingdom of God, Lord. Lord, radiating light from our life into them, hallelujah. Touching their life, transforming their life, hallelujah, Lord. Telling them about the living Christ, Lord. We thank you for Pastor Johnson and family, Lord. Continue to bless them and use them in a mighty way for the kingdom of God. We pray for everyone who are present in this meeting, Lord. Bless them, Lord. I believe that you have spoken to each and every one of them individually, hallelujah. Lord, we embrace what we heard from you this evening, Lord. We embrace every word that you spoke to us so very clearly right into our heart, Lord. Lord, and we say only one thing, Lord. What do you want me to do, Lord? Continue to speak to us and guide us and direct us and provide more clarity as we seek more for the kingdom of God, Lord. That's what you said, seek first the kingdom of God. Everything will be added to you, Lord. Thank you once again for the Zoom meeting, for the platform, for the devices, for the internet, and for everything that you are planning so wonderfully, Yes. Lord. We can only say thank you, Lord. Thank you for this 315th meeting, Lord. Yes, Lord, you continue to move mightily, Lord. In the mighty name of Jesus we pray, Lord. Amen. കർത്താവായ യേശുക്രിസ്തു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴിയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസവും ഇപ്പോഴിപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും ഇനിയും തമ്മിൽ കണ്ടുമുട്ടുവരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ.